ഹാർട്ടിലെ ബ്ലോക്ക് അറിയാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ്, അതുപോലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ടെസ്റ്റ്, അതാണ് ത്രെഡ്മിൽ ടെസ്റ്റ്. ഒരുവിധം എല്ലാ ചെറിയ ആശുപത്രികളിലും ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഈ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമുണ്ടെന്ന് പറയുന്ന, എന്ന് വെച്ചാൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്ന ചില ആളുകൾക്കെങ്കിലും ഈ ടെസ്റ്റിലെ റിപ്പോർട്ട് തെറ്റായിട്ടാണ് കാണിക്കുന്നത്. ഇതിന് നമ്മൾ ഫാൾസ് പോസിറ്റീവ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് എന്ന് വെച്ചാൽ മോശം എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ് അർത്ഥം. അപ്പോൾ ചില ആളുകൾക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് മോശമായിട്ട് കാണിക്കും, ബ്ലോക്ക് ഉണ്ടെന്ന് കാണിക്കും. പക്ഷേ ഫർദറായിട്ട് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഒരു ബ്ലോക്കും കാണില്ല. അപ്പോൾ എന്തായി? ത്രെഡ്മിൽ ടെസ്റ്റ് നുണ പറഞ്ഞു എന്നുള്ള രീതിയിലായി. ആൻജിയോഗ്രാമിൽ ബ്ലോക്ക് ഇല്ല, പക്ഷേ ത്രെഡ്മിൽ ടെസ്റ്റിൽ ബ്ലോക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ സൂചന കാണിച്ചു. ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്ന ഏകദേശം 10% ആളുകൾക്ക് ഇങ്ങനെ ടെസ്റ്റ് റിപ്പോർട്ട് തെറ്റായിട്ട് കാണാറുണ്ട്, അതല്ലെങ്കിൽ ഫാൾസ് പോസിറ്റീവായിട്ട് കാണാറുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. ചില ആളുകൾക്ക് ECGയിൽ മുൻപേ ചില പ്രശ്നങ്ങളുള്ളത് കാരണം ത്രെഡ്മിൽ ടെസ്റ്റ് റിപ്പോർട്ട് തെറ്റായിട്ട് കാണിക്കാം. അതല്ലെങ്കിൽ ചില മരുന്നുകൾ കാരണം ത്രെഡ്മിൽ ടെസ്റ്റ് തെറ്റായിട്ട് കാണിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പൂർണ്ണമായിട്ടും നമ്മൾ അവഗണിക്കാൻ പാടില്ല. ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ, അത് തെറ്റാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ പാരമ്പര്യമോ പുകവലിയോ ഉണ്ടെങ്കിൽ ഫർദറായിട്ടൊരു ആൻജിയോഗ്രാം ചെയ്യുന്നതിൽ തെറ്റില്ല. അതല്ലാന്നാണെങ്കിൽ ത്രെഡ്മിൽ ടെസ്റ്റിൽ കുഴപ്പം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറോട് ഡിസ്കസ് ചെയ്യാം. സാധാരണഗതിയിൽ ത്രെഡ്മിൽ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടെന്നാണ്. ആ ബ്ലോക്ക് എത്രത്തോളം കൂടിയതാണ് കുറഞ്ഞതാണോ, ഹാർട്ടിൻ്റെ ഏത് ഭാഗത്താണ്, എത്ര എണ്ണുണ്ട്, എത്ര ശതമാനമുണ്ട്, മരുന്ന് കൊണ്ട് മാറുമോ, മരുന്നല്ലാത്ത ചികിത്സ വേണോ, ഇതൊക്കെ തീരുമാനിക്കാനാണ് ഫർദറായിട്ട് സാധാരണഗതിയിൽ ആൻജിയോഗ്രാം ടെസ്റ്റ് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രെഡ്മിൽ ടെസ്റ്റ് ഫാൾസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണെങ്കിലും സാധാരണ ആൻജിയോഗ്രാമിലേക്ക് എത്തിപ്പെടാറുണ്ട്. അതുകൊണ്ട് ത്രെഡ്മിൽ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് നല്ലൊരു ഒപ്പീനിയൻ എടുക്കുക. ഫർദറായിട്ട് ആൻജിയോഗ്രാം വേണോ വേണ്ടേ എന്നുള്ളത് ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻജിയോഗ്രാം ഒഴിവാക്കിക്കൊണ്ട് ഇനി നിങ്ങൾക്ക് ആൻജിയോഗ്രാം മടിയാണെങ്കിൽ CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്ന ഇൻവേസീവ് അല്ലാത്ത ഒരു ടെസ്റ്റ് കൂടെ ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ.